രാജ്യത്തിന്റെ BJPയുടെ ഐശ്വര്യവുമായിട്ടുള്ള ഖദർകാരൻ വരുന്നുണ്ട്. ഐശ്വര്യം മാത്രമല്ല, പ്രമുഖ BJP റിക്രൂട്ടിംഗ് ഏജന്റ് കൂടിയാണ്. അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് എന്തോ ചിലത് പറയാനുണ്ട്. തിരഞ്ഞെടുപ്പല്ലേ, സ്വാഭാവികം. BJPക്കെതിരെ ഒരു അക്ഷരം പറയില്ലെങ്കിലും അദ്ദേഹത്തിന് ഫണ്ട് മുക്കൽ വിഷയത്തിലാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഫണ്ട് പിന്നെ ഹരിയാനയിൽ വരെ മഹിളാ കോൺഗ്രസ് നേതാവിന് സീറ്റ് വിറ്റ് കോടികൾ അടിച്ചു എന്ന ആരോപണം ഉന്നയിച്ചതും കോൺഗ്രസ്സുകാരാണ്. എന്നിരുന്നാലും ഫണ്ട് വെട്ടുക, അടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് അത് ഞങ്ങളുടെ രക്തത്തിലുള്ളൊരു പ്രത്യേക ക്വാളിറ്റിയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മെഴുകേണ്ടതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ വേണുഗോപാൽ നിങ്ങൾക്ക് കാട്ടിത്തരും. ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ വന്ന ആരോപണങ്ങൾക്കെതിരെയായിട്ടാണ് ഇന്നലെ CPIMന്റെ ഒരു ഫണ്ട് പിരിവുണ്ടായിരുന്നു. അതിലെ പണം എവിടെയെന്നൊക്കെ ചോദിച്ചത്. അവർ ചാനൽ ചർച്ചയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ ഉടൻ തന്നെ CPIM അതിന്റെ കണക്കുകൾ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ല, കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ? കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള കണക്ക് കൃത്യമായിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. ഇക്കാര്യത്തിൽ ഇത് നിങ്ങൾ പറയുമ്പോൾ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ രക്തസാക്ഷി ഫണ്ട് വെട്ടിയ ആളുകളാണ് ഈ വാദം പറയുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ട് വെട്ടിയവരുടെയാണ് ഈ കാര്യം പറയുന്നത്. ഓരോരാൾ ചോദിക്കുന്നതാണോ നല്ലത്, അല്ല 5 പേര് ഒന്നിച്ച് ചോദിക്കുന്നത്? ഞാനെന്തായാലും ഇന്നിപ്പം കൊല്ലത്ത് ചോദ്യം ചോദിച്ച പ്രവർത്തകനെ, കൊല്ലത്ത് ചോദ്യം ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു. അറിയോന്നറിയില്ല. ആ മാധ്യമ പ്രവർത്തകന്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളിപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ 5 പേര് ഒന്നിച്ച് ചോദിച്ചാലും ഒരു കുഴപ്പമില്ല, ഞാൻ കൂളായിട്ട് ഉത്തരം പറയും. 5 പേരും ചോദിച്ചു, ഏരിയും ചോദിച്ചോ, മനസ്സിലായില്ലേ? പക്ഷെ കൊല്ലത്തൊരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിച്ചിരുന്നു. അവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? സൈബർ ഇടങ്ങളിലെ ആക്രമണം മാത്രമല്ല, അവനെ ഭീഷണിപ്പെടുത്തി വിഷയം തന്നെയാണ്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ആരുടെ മുമ്പിലും കണക്ക് വെക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ഇത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഞാൻ ചോദിച്ചത്, ഇന്നലെ വന്ന് പുറത്തുവിട്ട മരുന്ന് വിതരണത്തിൽ പോലും കോടികളുടെ അഴിമതി നടത്തിയ ഒരു സർക്കാർ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനില്ലല്ലോ. ചോദിക്കല്ലേ, ആ ചോദ്യമില്ലല്ലോ. ആ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ പേരാമ്പ്രയിലെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ നടന്ന പ്രചരണം നിങ്ങൾ അത് ചോദ്യമില്ലല്ലോ. വ്യാജ കാഫിർ ഷോട്ട് ഇറക്കിയിട്ട് ഷാഫി പറമ്പിൽ ഒരാൾ പറയടോ മറുപടി ഞാൻ പറഞ്ഞല്ലോ. അതിന് വ്യക്തമായ കണക്കുണ്ട്. ആ കണക്ക് പറയേണ്ടടുത്ത് പറയും എന്ന് തന്നെയാ പറഞ്ഞത്. വൈകുന്നതിന് ഒരു വൈകലും ഇല്ല, കൃത്യമായ കണക്കുണ്ടാവും. ഇനി നിങ്ങളെ എല്ലാം ബോധ്യപ്പെടുത്തണമെങ്കിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് അവർക്ക് സെൽഫ് ഡിഫൻസിലായ ഒരു പാർട്ടി ഉന്നയിക്കുന്ന ആരോപണത്തെ കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞത് എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളുടെ മുമ്പിൽ പ്രതിക്കൂട്ടിലായി സെൽഫ് ഡിഫൻസിലായ ഒരു പാർട്ടി ഇതുപോലെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ വിഷയം മാറ്റല്ല. കണ്ടല്ലോ, ചോദ്യം വയനാട് ഫണ്ട് എവിടെയെന്നാണ്. രക്തസാക്ഷിയായി കുഞ്ഞികൃഷ്ണനായി ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യം ചോദിക്കുന്ന കാര്യം വരെ എത്തി. അതായത് 5 പേർ ഒരുമിച്ച് ചോദ്യം ചോദിച്ചു അത്രേ. ആ 5 പേർ ചോദിച്ച ഇഷ്ടപ്പെട്ടില്ല, ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ അസഹിഷ്ണുത മറികടക്കാൻ ഞാൻ പിണറായിയെപ്പോലെയല്ല, സിമ്പിളാണത്രേ. ഓരോരോ കഥാപാത്രങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ്. ക്യാമറകൾക്ക് മുന്നിൽ മികച്ച നടന്മാരായി അഭിനയിക്കുക, ജനങ്ങളുടെ കണ്ണീര് പോലും വിറ്റ് പുട്ടടിക്കുക. ശവന്തൂക്കികൾ എന്ന വാക്കിന് എത്ര സുമുഖനായിട്ടുള്ള ഉദാഹരണമാണ് വേണുഗോപാൽ. അല്ലെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ ഇന്നലെ CPMനോട് കണക്ക് ചോദിക്കുമ്പോൾ അരമണിക്കൂറിനകത്ത് ഓരോ കണക്കുകൾ പുറത്തുവിടുമ്പോൾ അത് കണ്ടിട്ടും ഇപ്പോഴും വയനാടിലെ ആ പാവപ്പെട്ട മനുഷ്യരുടെ ഛിന്ന ഭിന്നമായ ശരീരഭാഗങ്ങൾ കാട്ടി പിരിവെടുത്ത് അതിനെ വ്യഭിചാരത്തിനും ഗർഭചിത്രത്തിനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് ഒന്നുകൂടി ആലോചിക്കുക. എന്തായാലും ഈ ഡയലോഗൊക്കെ അടിച്ചിട്ട് വലിയ വിശ്വാസികളെന്നാണ് പറയുന്നത്. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ ആത്മാക്കൾക്ക് ഇവരോട് പൊറുക്കാൻ കഴിയുമോ? ഇങ്ങനെ ഒരു ദ്രോഹം ആ കുടുംബങ്ങളോട് കാട്ടിയവർ ഇന്നും ഉളുപ്പില്ലാതെ കണക്ക് പറയാതെ മെഴുകുന്നുണ്ടെങ്കിൽ നാളുകളിൽ ഈ നാട്ടിൽ അധികാരം കിട്ടിയാൽ കൂടും കുടുക്കയും വരെ അടിച്ചുകൊണ്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തന്നെ. അത്ര മികച്ച അഭിനേതാക്കളാണ്.